Hello all, welcome to Fundamentals of Investment. In the previous few classes we have been discussing in detail what is fundamental analysis. Today we are discussing tools of fundamental analysis. Fundamental analysis examines important ratios of a business to determine its financial health and gives an idea of value of its stocks. So fundamental analysis കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ദാറ്റ് മീൻസ് ഷെയറിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ്, ഫണ്ടമെൻ്റലി കമ്പനി സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണോ എന്ന് മനസ്സിലാക്കുകയും കൂടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്തുകൊണ്ട് ആ അനാലിസിസിന് വേണ്ടി പലതരം റേഷ്യോസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ റേഷ്യോസാണ് ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ടൂൾസായിട്ട് അറിയപ്പെടുന്നത്. Some of the important tools of fundamental analysis include 1. Earnings per share or EPS. It is one of the most commonly used ratios for company analysis. EPS tells us how much of company's profit is assigned to each share of the stock. EPS is calculated as net income, that is income after dividends on preferred stock, that means preference share, divided by the number of outstanding shares. So ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് ഏർണിങ്സ് പെർ ഷെയർ അല്ലെങ്കിൽ EPS. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് EPS = നെറ്റ് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഏർണിങ്സിനെ അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റിനെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് അല്ലെങ്കിൽ ഷെയർസിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് EPS. 2. Price to earnings ratio or PE. This ratio compares the current market price of a company's stock to its per share earnings. That is, PE is equal to stock price divided by earnings per share. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയറിനെ ഏർണിങ്സ് പെർ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് PE എന്ന് പറയുന്ന റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രൊജക്റ്റഡ് ഏർണിങ്സ് ഗ്രോത്ത് PEG. ഇറ്റ് ആൻറ്റിസിപ്പേറ്റ്സ് 1 year ഏർണിംഗ് ഗ്രോത്ത് റേറ്റ് ഓഫ് ദി സ്റ്റോക്ക്. ഒരു വർഷം കൊണ്ട് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് PEG റേഷ്യോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് PEG = PE റേഷ്യോ ഡിവൈഡഡ് ബൈ പ്രൊജക്റ്റഡ് ഗ്രോത്ത് ഇൻ ഏർണിങ്സ്. കമ്പനിയുടെ PE റേഷ്യോയെ പ്രൊജക്റ്റഡ് ഗ്രോത്ത് ഇൻ ഏർണിങ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് PEG റേഷ്യോ ലഭിക്കുന്നത്. ദെൻ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. This ratio values a company's stock price as compared to its revenue. It is sometimes called PSR or revenue multiple or sales multiple. കമ്പനിയുടെ ഷെയർ പ്രൈസിനെ കമ്പനിയുടെ റവന്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കുന്ന റേഷ്യോയ്ക്കാണ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത്. 5. പ്രൈസ് ടു ബുക്ക് റേഷ്യോ ഓർ PB റേഷ്യോ. PE പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റേഷ്യോ ആണ് PB റേഷ്യോ. ദിസ് റേഷ്യോ കമ്പേഴ്സ് എ സ്റ്റോക്സ് ബുക്ക് വാല്യൂ ടു ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ. സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ അതിൻ്റെ ബുക്ക് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് PB റേഷ്യോ ലഭിക്കുന്നത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ബൈ ഡിവൈഡിങ് ദ സ്റ്റോക്സ് മോസ്റ്റ് റീസെൻറ്റ് ക്ലോസിംഗ് പ്രൈസ് ബൈ ലാസ്റ്റ് ക്വാർട്ടേഴ്സ് ബുക്ക് വാല്യൂ പെർ ഷെയർ. ബുക്ക് വാല്യൂ ഇസ് ദ വാല്യൂ ഓഫ് ആൻ അസെറ്റ് as it appears in the company's books. 6. Dividend payout ratio. This compares dividends paid to company's total net income.
It accounts for retained earnings, that is income that is not paid out but rather retained for the potential growth. DPR is equal to dividend per share divided by earnings per share. DPS divided by EPS, ഇതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഏണിങ്സിൻ്റെ എത്രത്തോളം ഡിവിഡൻ്റായിട്ട് നൽകിയിട്ടുണ്ട്, എത്രത്തോളം റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. നെക്സ്റ്റ് ഡിവിഡൻഡ് ഈൽഡ്. ദിസ് റേഷ്യോ ഇയർലി ഡിവിഡൻസ് ടു ഷെയർ പ്രൈസ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ്. ഡിവിഡൻഡ് ഈൽഡ് ഇസ് ഈക്വൽ ടു ആനുവൽ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ സ്റ്റോക്സ് പ്രൈസ് പെർ ഷെയർ. ആനുവൽ ഡിവിഡൻറ്റിനെ കമ്പനിയുടെ യൂണിറ്റ് ഷെയർ പ്രൈസ് ഉണ്ട്, അതാണ് പ്രൈസ് പെർ ഷെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഡിവിഡൻഡ് ഈൽഡ് കിട്ടുന്നത്. സോ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുമ്പോൾ ഷെയർ പർച്ചേസ് ചെയ്ത പ്രൈസിൻ്റെ എത്ര ശതമാനത്തോളം നമുക്ക് അതിന്ന് പ്രോഫിറ്റ് ലഭിക്കുന്നു അല്ലെങ്കിൽ റിട്ടേൺ ലഭിക്കുന്നു. റിട്ടേൺ ആണ് ഡിവിഡൻഡ്. അത് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത്. 8. Return on equity. It is a measure of how efficiently a company uses its assets to produce earnings. Divide the company's net income by shareholders' equity to find its return on equity. റിട്ടേൺ ഓൺ ഇക്വിറ്റി കണ്ടുപിടിക്കാനായിട്ട് കമ്പനിയുടെ നെറ്റ് ഇൻകത്തിനെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. EPSഉം PEയും പോലെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ ആണ് ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി. സോ ദീസ് ആർ ദ റേഷ്യോസ് കോമൺലി യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് എ കമ്പനി ഡ്യൂറിങ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. Let us conclude. Thank you.